സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ പെട്ടെന്ന് ചെയ്യുന്നൊരു പാഠഭേദമാണ്. അതായത് ദിലീപിനെ വെറുതെ വിട്ടു എന്ന വാർത്ത ന്യൂസ് ചാനലുകളിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് മിന്നിമറയുമ്പോൾ ദിലീപ് പറഞ്ഞ ആദ്യ പ്രതികരണം കേട്ടപ്പോൾ ഒരു ചെറിയ പാഠഭേദം ചെയ്യാമെന്ന് തോന്നി. ദിലീപിൻ്റെ വിഷയത്തിൽ ആദ്യത്തെ പാഠഭേദമല്ല. 2017 ആദ്യമായിട്ട് ദിലീപ് ജയിലിൽ പോയപ്പോൾ, ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഒരു പാഠഭേദം ചെയ്തിരുന്നു. രണ്ടാമതിപ്പോൾ ഈ പാഠഭേദം ചെയ്യുന്നത് ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു, മാത്രമല്ല ദിലീപ് ദൈവത്തിന് നന്ദി പറഞ്ഞിരിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് നന്ദി. ദിലീപ് മാത്രമല്ല, ദിലീപിനെ പിന്തുണയ്ക്കുന്നവർ, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ പറഞ്ഞത് ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നാണ് പറഞ്ഞത്. എന്നാൽ എതിർക്കുന്നവർ, അതിജീവിതയ്ക്ക് ഒപ്പം നിന്ന് സംസാരിക്കുന്നവർ അവരുടെ അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്നും ദിലീപിന് നീതി കിട്ടിയെന്നും ഒക്കെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ കേട്ട് തുടങ്ങിയിരിക്കുന്നു. ഞാൻ പറയാൻ വരുന്നത്, ദൈവത്തിന് ദിലീപ് നന്ദി പറഞ്ഞിരിക്കുന്നു. അതായത് കോടതി വിധിയിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് ദിലീപിന് ഒരു വിശ്വാസം ഉള്ളതുപോലെ എനിക്ക് തോന്നി. പണ്ട് നമ്മുടെ ഫുട്ബോൾ കളിക്കാരൻ അർജൻറ്റീനയുടെ ഡിയാഗോ മറഡോണ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടായിരിക്കും. ഈ അബദ്ധത്തിൽ മറഡോണയുടെ കൈ തട്ടി പന്ത് ഗോൾ പോസ്റ്റിലേക്ക് കയറിപ്പോയി. അതായത് ഈ കൈ തട്ടിയത് ആരും കണ്ടില്ല. നമുക്കറിയാമല്ലോ, സാധാരണ വലിയ വലിയ മത്സരങ്ങൾ നടക്കുമ്പോൾ എത്ര ക്യാമറ കണ്ണുകളാണ്, എത്ര റഫറി, അതുപോലെ തന്നെ ലൈൻ അമ്പയർമാർ, ഇവരൊക്കെയാണ് നിൽക്കുന്നത്. എതിർ ടീമുമുണ്ട്. പക്ഷേ മറഡോണയുടെ കൈ ഈ പന്തിൽ തട്ടുന്നത്, ഹെഡ് ചെയ്യുവാൻ വേണ്ടി ചാടി ഉയർന്ന മറഡോണയുടെ കൈ പന്തിൽ തട്ടുന്നത് ആരും കണ്ടില്ല. പിന്നീട് അത് വലിയ വാർത്തയായപ്പോൾ ഡിയാഗോ മറഡോണ എന്താണ് പറഞ്ഞതെന്നറിയുമോ? അത് ദൈവത്തിൻ്റെ കൈയാണെന്നാണ് പറഞ്ഞത്. അതായത് തൻ്റെ കൈയല്ല, ദൈവം അർജൻറ്റീനയ്ക്ക് വേണ്ടി ഗോളിലേക്ക് പന്ത് തട്ടിക്കയറ്റുന്ന ദൈവത്തിൻ്റെ കൈയായിരുന്നു എന്നാണ് മറഡോണ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ദിലീപിൻ്റെ കോടതി വിധിയിൽ ദൈവത്തിൻ്റെ കൈയുണ്ട് എന്ന് ദിലീപ് വിശ്വസിക്കുന്നു. കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ഫലിച്ചുവെന്ന് ദിലീപ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും ദൈവത്തിന് സ്തുതിയും നന്ദിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കേസിൽ കയറി ഇടപെടുന്നവനാണോ ദൈവം എന്ന ഒരു ചോദ്യമുണ്ടാകുന്നു. അതായത് നീതി എവിടെയാണോ അവിടെ നീതി ലഭിക്കുവാൻ ദൈവം പ്രവർത്തിക്കും എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ രണ്ട് പക്ഷമുള്ളത് കൊണ്ട്, അതായത് ആർക്കാണ് നീതി ലഭിക്കേണ്ടിയിരുന്നത്, ആർക്കാണ് നീതി ലഭിച്ചത് എന്നൊക്കെ രണ്ട് പക്ഷമുള്ളത് കൊണ്ട് ഞാൻ ദിലീപിൻ്റെ വിഷയത്തെ അവിടെ സൈഡിലോട്ട് വെച്ചിട്ട് ഈ ദൈവം അങ്ങനെ നീതിന്യായ വ്യവസ്ഥിതിയിലൊക്കെ ഇടപെട്ട് നമ്മുടെ തെറ്റുകളെയൊക്കെ അങ്ങ് മറയ്ക്കുന്നവനാണോ എന്ന ഒരു തിയോളജിക്കൽ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ഇനി നിങ്ങൾ ദിലീപിനെ മറന്നേര്, ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം, ഈ വിഷയവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു സന്ദേശം, യഥാർത്ഥ മാനസാന്തരം എന്താണെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ യഥാർത്ഥ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് 2017 ദിലീപ് ആദ്യം ജയിലിൽ പോയി പുറത്തു വന്നപ്പോൾ ഞാൻ എഴുതിയ പാഠഭേദത്തിൻ്റെ ചില വരികൾ വായിക്കാനാണ്. കാരണം ഇന്നും അത് പ്രസക്തമാണെന്ന് ഉള്ളതുകൊണ്ട്. 2017 നമുക്കറിയാമല്ലോ, ആ സമയത്താണ് ഈ കേസൊക്കെ വളരെ കത്തി പടരുന്നത്. ദിലീപ് അകത്തുനിന്ന് സെപ്റ്റംബർ മാസം 25-ാം തീയതി എഴുതിയ പാഠഭേദമാണ്. അകത്തുനിന്ന് ദിലീപ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത വരുന്നു. അതായത് ദിലീപ് ബൈബിളൊക്കെ വായിച്ചാണ് ജയിൽ ജീവിതം ചിലവഴിച്ചത്. ജയിലിൽ വെച്ച് ബൈബിൾ വായിച്ചെന്നും പിന്നെ ഈ ദോഷൈക ദൃക്കുകൾ ഇങ്ങനെയും കൂടെ പറഞ്ഞു. പുറത്തു വന്നാൽ ഉടനെ ദിലീപ് മതം മാറുമെന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതായത് ദിലീപ് വേദപുസ്തകമൊക്കെ വായിച്ച് ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ട് ഒരു ക്രിസ്ത്യാനിയാകാൻ പോകുന്നു. അങ്ങനെ ജയിലിൽ പോയി മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായ പാസ്റ്റർമാരായ അനേകരെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചു. 2017 കാര്യമാണ് പറയുന്നത്. എനിക്കറിയില്ല ആസാദിയുടെ പ്രേക്ഷകരാരെങ്കിലും അന്ന് ആ വാർത്ത കണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അന്ന് ഫേസ്ബുക്കാണ് പോപ്പുലർ. ഞാൻ പാഠഭേദം അന്ന് ഫേസ്ബുക്കിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലോട്ട് നോക്കാറേയില്ല.
കൂടുതൽ യൂട്യൂബിൽ ചെയ്യുന്നു. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ ചില കാര്യങ്ങൾ, അതായത് ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഇത്ര ലളിതമായ, ഇത്ര ഒരു മുതൽ മുടക്കില്ലാത്ത ഒരു സംഗതിയാണോ എന്ന ഒരു സംശയം. അതായത് ആളുകൾ പറയും, ഈ ജയിലിൽ പോയ ആളുകളൊക്കെ തടി ഉയരുവാൻ വേണ്ടി ഒരു വിലയും കൊടുക്കാതെ ഞാൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ ക്രിസ്ത്യാനിയായെന്നൊക്കെ പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാനുള്ള, അവരുടെ തെറ്റുകളെ മറയ്ക്കാനുള്ള ഒരു മാർഗമാണെന്ന് ആളുകൾ പറയാറുണ്ട്. അത് ശരിയാണോ? ഇത്ര വില കുറഞ്ഞ, ഇത്ര ചെലവ് കുറഞ്ഞ ഒരു മാർഗമാണോ മാനസാന്തരത്തിൻ്റെ മാർഗമെന്ന ചോദ്യമാണ് അന്ന് ഞാൻ പാഠഭേദത്തിൽ അഡ്രസ്സ് ചെയ്തത്. അത് തന്നെ ഞാൻ ഇന്നും അഡ്രസ്സ് ചെയ്യുന്നു. കാരണം ഈ വിധി പുറത്തു വന്ന ശേഷം സമ്മിശ്രമാകുന്ന അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ട് ആ അഭിപ്രായങ്ങൾ, ആ ദൈവത്തിന് നന്ദി പറച്ചിൽ എന്നെക്കൊണ്ട് ആ പഴയ ആ പാഠഭേദം ഓർമ്മിക്കുവാൻ കാരണമായി തീർന്നു. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ആ പാഠഭേദത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ വരികൾ വായിക്കുന്നു. പുനഃപരിവർത്തന വാർത്തകൾ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്യുകയാണ്. അതായത് ആതിരയുടെയും ഹാദിയായുടെയും ഒക്കെ വാർത്തകളുണ്ടല്ലോ. ഈ അടുത്ത സമയത്തും നമ്മൾ ആ വാർത്തകൾ പിന്നെയും കേട്ടു. കാരണം മതം മാറി പോയ പെൺകുട്ടിക്ക് അമ്മയുടെ മരണത്തിന് അമ്മയെ കാണാൻ പറ്റാതെ വന്നപ്പോൾ പഴയ വാർത്തകളൊക്കെ പിന്നെയും പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ വാർത്തകളെക്കുറിച്ചാണ് പരാമർശം. പുനഃപരിവർത്തന വാർത്തകൾ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തയാണ് ദിലീപ് ജയിലിൽ ബൈബിൾ വായിച്ചെന്നും പുറത്തു വന്നാൽ മതം മാറുമെന്നുമൊക്കെ നമ്മൾ കേൾക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് മുഖപുസ്തക താളുകളിൽ, അതായത് ഫേസ്ബുക്കിൽ, യേശു മരിച്ചാൽ എങ്ങനെയാണ് മറ്റുള്ളവരുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നതെന്നും പാപം എന്നൊന്നില്ല എന്നും അതൊക്കെ മതപരിവർത്തനത്തിനുള്ള തന്ത്രമാണെന്നും ഒക്കെ പറയുന്ന പല അഭിപ്രായങ്ങളും കണ്ടു. ഇവരുടെയൊക്കെ കമൻറ്റുകൾ വായിച്ചും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ വിശ്വാസികൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തെ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, അല്ല എങ്കിൽ വികലമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ അങ്ങോട്ട് ഒരു നിമിഷം കൊണ്ട് പാപം ഏറ്റു പറഞ്ഞാൽ പാപം ക്ഷമിക്കുന്ന പരിപാടി, ഇത് മതപരിവർത്തനത്തിൻ്റെ മാർഗമാണ്. അത്ര എളുപ്പമാണോ പാപം ക്ഷമിക്കുക എന്നുള്ളതാണ് ആളുകൾ പരിഹസിക്കുവാൻ വേണ്ടി ചോദിക്കുന്നത്. ശരിക്കും നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തെ ആളുകൾ തെറ്റിദ്ധരിച്ചുവോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ അതിനെ തെറ്റായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നുവോ? ചെയ്ത പാപങ്ങളെ ഒഴുക്കൻ മട്ടിൽ ഏറ്റുപറയുന്ന ഒരു വില കുറഞ്ഞ മാനസാന്തരം അല്ല വേദപുസ്തകം വരച്ചു കാട്ടുന്നത്. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്ന മാനസാന്തരത്തെപ്പറ്റി ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ കൊടുക്കുന്ന വിശദീകരണമാണ് ഈ ലേഖനം. ഒന്നാമതായി, പെന്തക്കോസ്തുകാർ എന്നല്ല ഒരു ക്രിസ്തീയ വിഭാഗവും നിർബന്ധിത മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സുവിശേഷ പ്രസംഗം മതപരിവർത്തനമല്ല നടത്തുന്നത്, മറിച്ച് മാനസാന്തരമാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ശരിയായ മാനസാന്തരം എന്താണ്? മാനസാന്തരം പരിവർത്തനമാണ്. സ്വഭാവങ്ങളിൽ, ആളത്വത്തിൽ ഒക്കെയുള്ള സമൂലമായ പരിവർത്തനം. ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെയ്ത ക്രൂരതകളെ മറയ്ക്കാൻ ഒരു ഒളിവിടം കിട്ടി എന്നല്ല. ജയിലിൽ കിടക്കുന്നവൻ മതം മാറി ഉപദേശിയായി, പാസ്റ്ററായി വിഹരിക്കുവാൻ പുതിയൊരു ലാവണം കണ്ടെത്തുന്നു എന്നാണ് ചില ദോഷേക ദൃക്കുകളുടെ പരിഹാസം. അത്തരമൊരു കുറുക്കുവഴിയല്ല ബൈബിൾ പഠിപ്പിക്കുന്ന മാനസാന്തരം. ബൈബിൾ പറയുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്നത്രേ. എന്താണ് അതിൻ്റെ അർത്ഥം? സക്കായിയുടെ മാനസാന്തരം നോക്കൂ. അന്യായമായി പിടിച്ചെടുത്തതെല്ലാം അവൻ പല മടങ്ങ് മടക്കി കൊടുക്കുകയാണ്. അതാണ് ശരിയായ മാനസാന്തരം. അപ്പോൾ ഒരു കൊടും കുറ്റവാളി മാനസാന്തരപ്പെട്ടാൽ അവൻ കോടതിയിൽ കീഴടങ്ങും, ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറയും, ശിക്ഷ അനുഭവിക്കും. ചെയ്ത തെറ്റിലുള്ള അനുതാപം മാത്രമല്ല മാനസാന്തരം, അതിനുള്ള ശിക്ഷ ഏറ്റെടുക്കൽ, പ്രായശ്ചിത്തം ചെയ്യൽ, അതെല്ലാം മാനസാന്തരത്തിൻ്റെ ഭാഗമാണ്. അനീതിയുടെ മാർഗത്തിൽ സമ്പാദിച്ച ധനത്തെ പാപമോചനത്തിൻ്റെ ഏറ്റുപറച്ചിലിലൂടെ ശുദ്ധീകരിച്ച് വെളുപ്പിച്ച് ഉപയോഗിക്കുന്നതല്ല മാനസാന്തരം. അതിനെ അനാഥർക്കും അഗതികൾക്കും ദാനം ചെയ്യുന്നതാണ് മാനസാന്തരം. അങ്ങനെയുള്ള മാനസാന്തരങ്ങൾ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. പണ്ട് ഇന്ത്യൻ
ക്രിക്കറ്റ് ലോകത്തെ ആകെ ഉല്ലിച്ച ഒരു ഒത്തുകളി കേസ് ഓർമ്മയില്ലേ? അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസീസുദ്ദീൻ അസറുദ്ദീനും ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ഹാൻസി ക്രോണിയും പാകിസ്ഥാൻ കളിക്കാരൻ സലീം മാലിക്കും ഒക്കെ ഉൾപ്പെട്ട ആ മാച്ച് ഫിക്സിംഗ് കേസ്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ ക്രിക്കറ്റ് ബോർഡുകൾ കേസ് ഒതുക്കി തീർക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുമ്പോഴാണ് ഹാൻസി ക്രോണി അന്വേഷണ കമ്മീഷന് മുമ്പിൽ ഏറ്റുപറച്ചിലുമായി വരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ ശ്രമിച്ചു ഇതെങ്ങനെങ്കിലും തേച്ചു മായ്ച്ച് കളയാൻ, ഒതുക്കി കളയാൻ. അപ്പോൾ ഹാൻസി ക്രോണി ഏറ്റുപറച്ചിലുമായി വരികയാണ്. ആ ഏറ്റുപറച്ചിലിൻ്റെ പിന്നിലെ കഥയറിയുമോ? കുറ്റബോധത്തോടെ തൻ്റെ പാസ്റ്ററുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ചെന്ന ഹാൻസി ക്രോണിയെ എല്ലാ തെറ്റും ഏറ്റുപറവാൻ പാസ്റ്റർ ഉപദേശിച്ചു. കിങ്സ് കമ്മീഷൻ്റെ മുൻപിൽ ഹാൻസി ക്രോണി എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞു. എന്തായിരുന്നു അതിൻ്റെ പരിണിത ഫലം? അന്ന് വൈകിട്ട് തന്നെ ഹാൻസി ക്രോണിയെ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് കളിയിൽ നിന്നും വിലക്കി. ഗത്യന്തരമില്ലാതെ അതുവരെ എല്ലാം നിഷേധിച്ചു കൊണ്ടിരുന്ന ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡുകൾക്കും അവരുടെ കളിക്കാരെ വിലക്കേണ്ടി വന്നു. അത്തരത്തിലുള്ള ഒരു ഏറ്റുപറച്ചിലും ശിക്ഷ ഏറ്റെടുക്കലുമാണ് ശരിയായ മാനസാന്തരത്തിൻ്റെ ലക്ഷണം. പറയാൻ അങ്ങനെ ഒത്തിരി മാനസാന്തര കഥകളുണ്ട്. മുംബൈയിലെ ഞങ്ങളുടെ സഭയിൽ ചില ആഴ്ചകളായി വന്നുകൊണ്ടിരുന്ന UP-കാരനായ ഒരു സഹോദരൻ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചു. അത്യാവശ്യമായി കാണണമെന്നും ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നും പറഞ്ഞു. അവൻ എൻ്റെ അടുക്കൽ പറഞ്ഞ കഥകൾ കേട്ട് ഞാൻ ഞെട്ടി. വലിയ ഒരു ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് സംഘത്തിലെ അംഗമാണവൻ, തട്ടിപ്പിലെ ഒരു പ്രധാന കണ്ണി. എന്നാൽ ഇപ്പോൾ അവൻ കുറ്റബോധമുള്ളവനാണ്. പോലീസിന് കീഴടങ്ങണമെന്ന് ഞാൻ അവനെ ഉപദേശിച്ചു. അവനത് സമ്മതിച്ചു. ഒരു നിബന്ധന മാത്രം വെച്ചു, പാസ്റ്റർ പ്രാർത്ഥിക്കണം പോലീസ് എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ. ഞാൻ അവനെ പ്രാർത്ഥിച്ച് അയച്ചു. അടുത്ത ദിവസം അവൻ അന്തേരി സൈബർ സെല്ലിൽ കീഴടങ്ങി. കൂട്ടുപ്രതികളെ കാണിച്ചു കൊടുക്കാമെന്നുള്ള ഉറപ്പിൽ പോലീസ് അവനെ മാപ്പ് സാക്ഷിയാക്കി. അതാണ് മാനസാന്തരം. പാപങ്ങളെ ഒളിപ്പിക്കലല്ല, തുറന്നു പറച്ചിലാണ് മാനസാന്തരം. നമുക്ക് ആതിരയെയും ഹാദിയയെയും ദിലീപിനെയും ഒക്കെ അവരുടെ വഴിക്ക് വിടാം. നമ്മുടെ ബഹുസ്വര സംസ്കാരം തകർക്കുവാൻ ആസൂത്രിതമായി നടക്കുന്ന ചില ശ്രമങ്ങളുടെ ഭാഗമാണിതൊക്കെ. മാത്രമല്ല, മാറേണ്ടത് മനുഷ്യനാണ്, മനസ്സുകളാണ്. മനം മാറാതെ മതം മാറിയതുകൊണ്ട് അർത്ഥമില്ല. മാനസാന്തരം ഇന്നുവരെ നടന്ന വഴികളിൽ നിന്നുള്ള തിരിഞ്ഞു നടക്കലാണ്. ഞാൻ അത്തരം മാനസാന്തരങ്ങളിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. 2017 സെപ്റ്റംബർ 25 എഴുതിയ പാഠഭേദം. ഈ പാഠഭേദം ഇന്നും പ്രസക്തമാണെന്ന് എനിക്ക് തോന്നി. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ, ദിലീപ് സർവശക്തനായ ദൈവത്തിന് നന്ദി എന്ന് പറയുമ്പോൾ, അത് പറയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ നീതി, അവർ തേടിയ നീതി അവർക്ക് കിട്ടുമ്പോൾ അതൊക്കെ പറയാൻ അവർക്ക് അനുവാദമുണ്ട്. പക്ഷേ ആർക്കാണ് ശരിക്കും നീതി ലഭിക്കേണ്ടി ഇരുന്നത് എന്ന് ഉള്ളത് സർവശക്തനായ ദൈവത്തിന് മാത്രം നന്നായി അറിയുകയുള്ളൂ. ആ ദൈവം നീതിന്യായ വ്യവസ്ഥിതികളിൽ കൈകടത്തുന്ന ദൈവത്തിൻ്റെ കരം മറഡോണ പറഞ്ഞതുപോലെ ഇറക്കി കളിക്കുന്ന ദൈവം ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ വാൽകഷ്ണമായി ഒരു കാര്യം കൂടെ പറയണം. ദിലീപ് വേദപുസ്തകം വായിച്ചെന്ന് പഴയ വാർത്ത. ഇപ്പോഴൊരു പുതിയ വാർത്തയുണ്ട്. ഇന്ത്യ സന്ദർശിച്ച ശ്രീമാൻ പുട്ടീന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭഗവത്ഗീത സമ്മാനമായി കൊടുത്തു. അപ്പോൾ ഭഗവത്ഗീത ഇനിയും മതപരിവർത്തനം നടത്തുവാൻ, പുട്ടീനെ ഇങ്ങോട്ട് പരിവർത്തനം നടത്തുവാൻ ഒന്നുമല്ലല്ലോ കൊടുത്തത്. സാധാരണയായി നമ്മൾ ആർക്കെങ്കിലും ബൈബിൾ കൊടുത്താൽ അത് മതപരിവർത്തനത്തിനാണെന്ന് പറയുന്ന ഒരു പതിവുള്ളത് കൊണ്ട് ഞാനങ്ങ് ചോദിച്ചു പോയതാണ്. പുട്ടീൻ ഭഗവത്ഗീത എങ്ങാണ് വായിച്ച് ഈ ദിലീപ് ബൈബിൾ വായിച്ച് മതം മാറി എന്ന് പറയുന്നത് പോലെ മതം മാറാനുള്ള വല്ല പ്ലാനുണ്ടോ എന്ന് ഞാനങ്ങ് സംശയിച്ചു പോവുകയാണ്. വാൽകഷ്ണമായി പറഞ്ഞുവെന്ന് മാത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.